ഞാനിന്ന് വയനാട്ടിലുള്ള 900 കണ്ടീൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചുകൂടി ഉപകാരപ്പെടും പോകുന്നവർക്ക്. അപ്പോൾ 2 സ്ഥലങ്ങളിലായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജും ആക്ടിവിറ്റീസും ഉള്ളത് 900 കണ്ടി. ഒന്ന് ഏറ്റവും മേലെ, ഒന്ന് അതിൻ്റെ മുന്നിലും. 7 കിലോമീറ്റർ താണ്ടിയിട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഏറ്റവും മേലെയുള്ള വിശേഷങ്ങളാണ് ഞാൻ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എക്കോ പാർക്ക്, 900 കണ്ടി എക്കോ പാർക്കിൻ്റെ വിശേഷങ്ങൾ പറയാം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ആക്ടിവിറ്റീസ് ഉള്ളത്. 11 ആക്ടിവിറ്റീസ് പ്ലസ് പെയ്ഡ് കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ എക്കോ പാർക്കിൽ. മേലെ ഉള്ളതാണ് ഞാനിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നത്. അപ്പോൾ ഓഫ് റോഡ് 7 കിലോമീറ്റർ താണ്ടി പോകണം. അപ്പോൾ നമ്മുടെ വണ്ടി പോവില്ല, ജീപ്പ് പിടിച്ച് പോകണം. 250 രൂപയാണ് പെർ ഹെഡ് പറയുന്നത്. പിന്നെ ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ലോങ് ആണ്, പക്ഷേ വിഡ്ത്ത് ചെറുതായിരുന്നു. മറ്റേ എക്കോ പാർക്കിൽ ഉള്ളതിനേക്കാൾ വിഡ്ത്ത് ചെറുതായിരുന്നു, ലോങ് ആണ്. പിന്നെ ഇതിൽ വരുന്നത് എന്തൊക്കെയാണ്, 250 ആണ് ടിക്കറ്റ് വരുന്നത്. ടിക്കറ്റിൽ വരുന്നത് ഗ്ലാസ് ബ്രിഡ്ജ് കാണാം, ട്രീ ടോപ്പ് വ്യൂ പോയിൻ്റ് കാണാം, പിന്നെ ഷൂട്ട് ചെയ്യാം, ആർക്കറി നമ്മൾ അമ്പ് ചെയ്തിട്ടുള്ള ഷൂട്ട് ചെയ്യാം. പിന്നെ ക്രിക്കറ്റ് നെറ്റ് പ്രാക്ടീസ് ഉണ്ട്, ക്രിക്കറ്റ് കളിക്കാനുള്ളൊരു സ്ഥലം. പിന്നെ പെനാൽറ്റി ഷൂട്ടിങ്, നമ്മുടെ ഫുട്ബോൾ കളിക്കാനുള്ളൊരു സ്ഥലം. പിന്നെ റോപ്പിൻ്റെ മേലെ ഇങ്ങനെ പിടിച്ച് കയറുന്ന സംഭവം. പിന്നെ കിഡ്സിനായിട്ട് കുറച്ച് സീസോ ഊഞ്ഞാലൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ. അതുകൂടാതെ എക്സ്ട്രാ പെയ്ഡ് ചെയ്തിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സംഭവം ചെയ്യാം. പിന്നെ ഒരു സ്വിങ് ഉണ്ട്, ബാലിയിലൊക്കെ കാണുന്ന അതുണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ സൈക്ലിങ്ങും ഉണ്ട്. ഇത്തരം സംഭവങ്ങൾ എക്സ്ട്രാ പേ ചെയ്തിട്ട് ചെയ്യാം. അല്ലാതെ 250 ടിക്കറ്റിൽ വരുന്നതാണ് ഇപ്പുറത്ത് എഴുതിയിട്ടുള്ളത്. ഇപ്പുറത്ത് അവിടെയുള്ള സാധനമാണ്, വേണമെങ്കിൽ നോക്കിയിട്ട് അവിടുന്ന് പേ ചെയ്തിട്ട് കയറാം. ഉള്ളിൽ പോയിട്ടല്ല പേ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ സമയത്ത് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ആലോചിക്കണം വേണോ വേണ്ടയോ എന്ന്. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് ചെറുതായിരുന്നു, അപ്പുറത്തെയാണ് ബെറ്റർ. ഇത് കണ്ടോ, ചെറിയ വിഡ്ത്തേ ഉള്ളൂ, ലോങ് ആണ്. പിന്നെ ചെറിയൊരു ഹാങ്ങിങ് ഒക്കെ ഉണ്ട്. രസമുണ്ട് വെച്ചാൽ രസമുണ്ട്, പക്ഷേ ഒടുക്കത്തെ ആൾക്കാരാണ്. ഫോട്ടോസിലും വീഡിയോസിലും കാണുന്നത് പോലെ ഒന്നുമല്ല. ഫോട്ടോ ഒരു 5 മിനിറ്റ് പോലും അവരെടുക്കാൻ വിടുന്നില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഭയങ്കര ആൾക്കാരാണ്. ഇഷ്ടപ്പെട്ടിനോന്ന് ചോദിച്ചാൽ അങ്ങ് വൈബ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. കുറേ ആൾക്കാർ എന്താ ഇത് മറ്റേ ഇങ്ങനെ സ്ഥലത്ത് പോയിട്ട് എല്ലാവരും ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരുന്ന പോലെ, അങ്ങനത്തെ ഒരു മൂഡായിരുന്നു. പിന്നെ ഇത് ട്രീ ഹൗസ് അട്ടർ ഫ്ലോപ്പായിരുന്നു, ഒന്നുമില്ല. കുറേ സ്റ്റെയർ കേസ് വെച്ചിട്ട് മേലെ ഇങ്ങനെ താഴോട്ടേക്കുള്ള വ്യൂ കാണുക. സ്റ്റെയർ കേസ് വെറുതെ കയറി എന്നല്ലാണ്ട് വേറൊരു ഇതില്ല. പിന്നെ ആ ഷൂട്ടിൻ്റെ സംഭവം നല്ല ഉണ്ടായിരുന്നു. ഈ അമ്പ ചെയ്യുന്ന സംഭവം അതെനിക്ക് ഇഷ്ടപ്പെട്ട്, നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ അമ്പ ചെയ്തിട്ടൊന്നും ശീലമില്ല. അപ്പോൾ ഇങ്ങനെ അവിടുന്ന് ഇൻസ്ട്രക്ടർ പറഞ്ഞു തരും, അതിനനുസരിച്ച് ഇങ്ങനെ അമ്പ ചെയ്യാൻ നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും അമ്പ ചെയ്യുന്നത് എല്ലാവരും കമൻറ്റൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു, രസമുണ്ടായിരുന്നു. പിന്നെ ഇവിടെ തന്നെ നമ്മുടെ കഫ്തീരിയൊക്കെ വരുന്നുണ്ട്. അവിടെ ഫുഡ് ഐറ്റംസ് ഉണ്ട്, മാഗി, ബ്രെഡ് ഓംലേറ്റ്, അങ്ങനെ സംതിങ് എന്താ പറയുക, ഉപ്പിലിട്ടത് അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു കഫ്തീരിയ വരുന്നുണ്ട്. അപ്പോൾ നമുക്കായിരിക്കും ഫുഡ് കഴിക്കണമെങ്കിൽ പേ ചെയ്തിട്ട് ഫുഡ് കഴിക്കാനുള്ള സംഭവം ഇവിടെ ഉണ്ട്. അങ്ങനെ കുറച്ച് നടക്കാനുണ്ട്. ഓഫ് റോഡ് ജീപ്പ് വന്നിട്ട് കുറച്ചൊരിത്തിരി നടക്കാനുണ്ട് പാർക്കിലേക്ക്. പിന്നെ കിഡ്സിൻ്റെ പ്ലേ ഏരിയ ഉണ്ട്, അവിടെ ഊഞ്ഞാൽ അങ്ങനത്തെ സംഭവങ്ങൾ. ഇത് പിന്നെ റോപ്പ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോകുന്ന സംഭവമാണ്. പിന്നെ പെനാൽറ്റി ഷൂട്ടൗട്ടാണ് ഞാൻ പറഞ്ഞ, ഈ നെറ്റിൻ്റെ ഉള്ളിലാണ് പെനാൽറ്റി ഷൂട്ടൗട്ട് കളിക്കുന്നത്. ഞാൻ അത്ര കളിച്ചില്ല, എനിക്ക് ക്രിക്കറ്റ് ഫുട്ബോളൊന്നും അത്ര ഇഷ്ടമുള്ള, അതുകൊണ്ട് അത്ര ചെയ്തില്ല. വേണ്ടവർക്ക് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമുള്ളത് നമ്മുടെ ക്രിക്കറ്റാണ്. ക്രിക്കറ്റും ഇതുപോലെ തന്നെ ഒരു നെറ്റിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് ക്രിക്കറ്റ് അതിൻ്റെ ഉള്ളിൽ ഇഷ്ടമുള്ളവർക്ക് ഇത് അവിടെ കാണുന്നുണ്ട്. ബാറ്റും ബോളൊക്കെ ഉണ്ടാവും, അതിൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ട്